ഹലോ, തമ്പ്നെയിൽ കൊടുത്തിട്ടുള്ള പോലെ തന്നെ എങ്ങനെ നമുക്ക് തനിയെ ഒരു ഗിഫ്റ്റ് ബോക്സ് സെറ്റ് ചെയ്യാമെന്നുള്ളതിനെ പറ്റിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ ഞാൻ ഇടുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് കസ്റ്റമർ ചൂസ് ചെയ്തിട്ടുള്ള ഗിഫ്റ്റ് ബോക്സ്. നമ്മൾ കുറേ റെഫറൻസും കാര്യങ്ങളും അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ സെലക്ട് ചെയ്തൊരു ഗിഫ്റ്റ് ബോക്സാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് അവർ പറഞ്ഞ എല്ലാം കസ്റ്റമൈസ്ഡ് ആണ്. അപ്പം അവർ പറഞ്ഞ അനുസരിച്ചിട്ട് ചോക്ലേറ്റ്സ് ഒക്കെ അവരുടെ ബഡ്ജറ്റ് അനുസരിച്ചിട്ട് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ആദ്യം തന്നെ ഗിഫ്റ്റ് ബോക്സിൽ സെറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഓരോ ചോക്ലേറ്റ്സിനും ഓരോ റേറ്റ് സൈസും ഒക്കെ ആയിരിക്കുമല്ലോ. അപ്പം നമ്മൾ മേടിച്ച ചോക്ലേറ്റ് വെച്ച് നോക്കിയിട്ട് എങ്ങനെയായിരിക്കും ബെറ്ററായിട്ട് അത് ഇരിക്കുക എന്നുള്ളത് വെച്ചിട്ടായിരിക്കണം നമ്മൾ ഗിഫ്റ്റ് ബോക്സിൽ സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ വെച്ച് നോക്കിയിട്ട് എങ്ങനെ ഇരുന്നാലായിരിക്കും അത് ഭംഗിയെന്ന് നമ്മൾ വെച്ച് നോക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്യുക. ഞാൻ ഈ ടേപ്പാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇതൊരു ട്രാൻസ്പെറൻറ്റ് ഡബിൾ സൈഡ് ടേപ്പാണ്. അപ്പോൾ അത് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഞാൻ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് എല്ലാ ചോക്ലേറ്റ്സിലും. കാരണം നമ്മൾ കുറച്ച് ലെയറായിട്ടാണല്ലോ ചോക്ലേറ്റ് വയ്ക്കുന്നത്. അപ്പോൾ അത് അനങ്ങാണ്ട് കസ്റ്റമറുടെ കയ്യിൽ അല്ലെങ്കിൽ ആളുടെ കയ്യിൽ ഗിഫ്റ്റ് കിട്ടേണ്ട ആളുടെ കയ്യിൽ എത്തുമ്പോഴത്തേക്ക് അതിങ്ങനെ ഷെയ്ക്ക് ചെയ്ത് വല്ലാതെ ഇരിക്കും അല്ലാന്നുണ്ടെങ്കിൽ. അപ്പോൾ അത് സേഫായിട്ട് തന്നെ ഇതുപോലെ അനക്കം തട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടേപ്പ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് തന്നെ അത് ഇങ്ങനെ നന്നായിട്ട് സ്റ്റിക്കാവുന്ന ടേപ്പും കൂടെയാണ് കേട്ടോ. അപ്പോൾ എല്ലാം നമ്മൾ അതനുസരിച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം വച്ച് ഒക്കെ നോക്കിയിട്ട് നമ്മുടെ ഇഷ്ടപ്പെട്ട അറേഞ്ച്മെൻ്റൊക്കെ വെച്ചിട്ട് നമ്മളൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ട്രാൻസ്പെറൻറ്റ് ടേപ്പ് എഗെയിൻ നമ്മൾ എടുത്തിട്ട് അടുത്ത ലെയർ നമ്മൾ ഒട്ടിച്ച് കൊടുക്കുക. അപ്പം ഓരോ ലെയേഴ്സും നമ്മൾ അങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. എന്തോരം ചോക്ലേറ്റ്സ് അവർ എത്ര ലെയറായിട്ട് ചോക്ലേറ്റ് വെക്കണമെന്ന് കസ്റ്റമർ പറയുന്നു അതനുസരിച്ചിട്ട് നമ്മൾ സ്റ്റിക്കേഴ്സ് ഡബിൾ ടൈപ്പ് ഒട്ടിച്ച് കൊടുത്തിട്ട് പിന്നെ അങ്ങനെ സെറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാം നമ്മുടെ അറേഞ്ച്മെൻറ്റൊക്കെ അനുസരിച്ചിട്ട് കറക്റ്റായിട്ട് എല്ലാ ചോക്ലേറ്റിലും നമ്മൾ വെച്ച് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഓരോന്ന് സ്റ്റിക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം നല്ല വൃത്തിക്ക് ഇരിക്കുകയും ചെയ്തോളൂ, ഷെയ്ക്ക് കൂടാണ്ട്. പിന്നെ നമ്മൾ റോസാണ് പിന്നെ വെക്കുന്നത്. ഇത് നമ്മുടെ സെൻറ്റഡ് റോസ് ഇല്ലേ, അതാണ് കേട്ടോ. അപ്പോൾ ഇത് ബൾക്കായിട്ട് മേടിക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ലാഭത്തിൽ കിട്ടും. അപ്പോൾ അത് നമ്മൾ 4 അതും സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് മാതിരി കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ് ബോക്സ് ആയിരുന്നു. അപ്പോൾ ഓരോ ഗിഫ്റ്റ് ബോക്സും നമ്മൾ ഓരോ തീമിലും അതുപോലെ തന്നെ കസ്റ്റമേഴ്സിൻ്റെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. ഇതപ്പോൾ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ബോക്സ് ആയതുകൊണ്ട് തന്നെ ഒരു കാർഡ് കൂടെ നമ്മൾ വെക്കുന്നുണ്ട് കേട്ടോ. ആളുടെ ഉള്ളിൽ ഫോട്ടോ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അവരുടെ പ്രൈവസിയെ മാനിച്ച് നമ്മളത് തുറന്ന് കാണിക്കുന്നില്ല കേട്ടോ. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ചോക്ലേറ്റൊക്കെ സെറ്റ് ചെയ്ത് കാർഡും കൂടെ വെച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ്. തീരെ ചെറിയ ഗിഫ്റ്റ് ബോക്സ് ഒക്കെ നമുക്ക് 120 തന്നെ സ്റ്റാർട്ടിങ് കിട്ടും കേട്ടോ. പിന്നെ 150, 190, 350, 500 അങ്ങനെ പോവും. ഹാമ്പേഴ്സിനൊക്കെ കുറച്ചുകൂടെ വെയിറ്റ്. എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു. Yes,